രമേശ് ചെന്നിത്തല ഒരു മുറിവേറ്റ കടുവയായി പുറത്തു നിൽക്കുന്നത് വി ഡി സതീശൻ അത്ര നല്ലതല്ല. അതുകൊണ്ട് എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റുമോ ആ വിട്ടുവീഴ്ചകളൊക്കെ തന്നെ വരുത്തി പരമാവധി രമേശ് ചെന്നിത്തലയെ ഈ ക്യാബിനറ്റിൽ ഒപ്പം കൂട്ടാൻ വി ഡി സതീശൻ ശ്രമിക്കും. അദ്ദേഹത്തിന് ആഭ്യന്തരം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള രണ്ടുപേരെ കൂടി മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അവരില്ല എങ്കിൽ ഐ.സി. ബാലകൃഷ്ണനും അൻവർ സാദത്തും അവരില്ല എങ്കിൽ താൻ ക്യാബിനറ്റിലേക്കില്ല. അതാണ് ചെന്നിത്തലയുടെ നിലപാട്. ഏതായാലും ഇതൊക്കെ നാളെ ഉച്ചയ്ക്ക് മുൻപ് ഒരു ചർച്ചകളിലൂടെ പരിഹരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ കലഹങ്ങൾ തുടങ്ങുന്നത് ഇപ്പോഴല്ല. ഇതിപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ പരിഹരിച്ച് സത്യപ്രതിജ്ഞയിലേക്കൊക്കെ തന്നെ പോകും. ഈ സർക്കാർ അധികാരത്തിലെത്തി മുന്നോട്ടുള്ള യാത്രയിലാണ് യഥാർത്ഥ കലഹം ആരംഭിക്കാൻ പോകുന്നത്. അസാധാരണമായ മുഖ്യമന്ത്രി മത്സര പോരാണ് നമ്മൾ കണ്ടത്. അവിടെ ആ ഒരു പോരിൽ വിജയിച്ചത് വി ഡി സതീശനാണ്. അപ്പോൾ പരാജയപ്പെട്ടത് കെ സി വേണുഗോപാലാണ്. അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. പരാജയപ്പെട്ട മറ്റൊരാൾ രമേശ് ചെന്നിത്തലയാണ്. പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള, താഴെത്തട്ടിൽ വരെ വലിയ സ്വാധീനമുള്ള, സംഘടനാപരമായി കരുത്തുറ്റ നേതാവാണ് രമേശ് ചെന്നിത്തല. കെ സി വേണുഗോപാലും അതുപോലെ തന്നെയാണ്. വി ഡി സതീശൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. സംഘടനയ്ക്കകത്ത് വലിയ പിന്തുണയില്ല. ഇപ്പോൾ എം.എൽ.എമാരുടെ എണ്ണം എടുത്താൽ പോലും അത് ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഇപ്പോൾ കെ സി വേണുഗോപാൽ ഈ ഒരു കലഹങ്ങൾക്കൊക്കെ ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ശേഷം അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയ എം.എൽ.എമാർ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഏതാണ്ട് എട്ടുമുക്ക എം.എൽ.എമാരും അവിടെ എത്തി. KPCC അധ്യക്ഷൻ അവിടെ എത്തി. വർക്കിംഗ് പ്രസിഡന്റുമാർ അവിടെ എത്തി. ഇന്ന് രമേശ് ചെന്നിത്തലയുടെ വസതിയിലാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന എം.എൽ.എമാരുണ്ട്. പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് നേതാക്കളൊക്കെ തന്നെയുണ്ട്. വി ഡി സതീശനൊപ്പം അങ്ങനെ ആരും ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ വി ഡി സതീശനിൽ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾ വെച്ച് പുലർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ തന്നെ നടപ്പാക്കാനായി വി ഡി സതീശന് ശക്തമായി മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു കലഹത്തിന്റെ ഒരു ആഘാതം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. സംഘടനാപരമായി വലിയ പിന്തുണയില്ലാതെ വി ഡി സതീശന് എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പിണറായി വിജയൻ വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോഴും പിണറായി വിജയനെ തന്നെയാണ് പ്രതിപക്ഷ നേതാവായി ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്, CPM തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വളരെ തന്ത്രപരമായ അല്ലെങ്കിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയ ഒരു നീക്കമാണ് വി ഡി സതീശൻ നടത്തിയത്. അദ്ദേഹം ലീഗ് ഹൗസിൽ പോകുന്നു. അവിടെ പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളെയൊക്കെ തന്നെ കാണുന്നു. വളരെ സൗഹൃദപരമായ സംഭാഷണം. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണെന്ന് രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നത്. ആ കൂടിക്കാഴ്ച കണ്ടാൽ വലിയ സൗഹൃദമാണ്. ഇരുവരും തമ്മിൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശനെ സ്വീകരിക്കുന്നത്. അതിനുശേഷം വി ഡി സതീശൻ നേരെ പോകുന്നത് കെ സി വേണുഗോപാലിന്റെ വസതിയിലേക്കാണ്. അവിടെ കെ സി വേണുഗോപാലിനൊപ്പം സംസാരിച്ച ശേഷം രണ്ടുപേരും ഒരുമിച്ച് നിന്ന് മാധ്യമങ്ങളെ കാണുകയാണ്. അവിടെ വി ഡി സതീശൻ കെ സി വേണുഗോപാലിനെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ കെ സി വേണുഗോപാലിനെ കണ്ടാൽ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ അറിയാം എത്രത്തോളം അദ്ദേഹം പിരിമുറുക്കത്തിലാണ് നിൽക്കുന്നത്. ആ പുഞ്ചിരിക്ക് പിന്നിൽ അദ്ദേഹത്തിന് എത്രത്തോളം വേദനയുണ്ട്, എത്രത്തോളം അപമാനിതനായതിന്റെ ഉൾവേദന എത്രത്തോളം കെ സി വേണുഗോപാലിലുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ നേരെ പോകുന്നത് രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്കാണ്. നോക്കൂ, രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് അദ്ദേഹം തന്നെ പറയുന്നത് അധാർമികമായിട്ടാണ് എന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് എന്നാണ്. അത് ആ കോവിഡ് കാലത്ത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നതിൽ നിന്ന് മാറ്റിയാണ് വി ഡി സതീശനെ കൊണ്ടുവരുന്നത്. അതിലൊരു പ്രധാന റോൾ വഹിച്ച നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് കെ സി വേണുഗോപാൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ഇടയിലുള്ള ഒരു വലിയ വിടവുണ്ട്. ആ വിടവ് ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ആ വിടവ് അവസാനിക്കുകയും ഇന്ന് നമ്മൾ കണ്ട കാഴ്ച അവിടെ ഇരുന്നു കൊണ്ട് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലിന്റെ കൈപിടിച്ച് ഉയർത്തുകയാണ്. ആ നിലയിൽ അവർ ഐക്യം പ്രഖ്യാപിക്കുകയാണ്, ഐക്യ സന്ദേശം നൽകുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? സംഘടനാപരമായി അത് സംസ്ഥാനത്താണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ഹൈക്കമാൻഡിലാണെങ്കിലും കരുത്തുറ്റ നേതാക്കളാണ് രമേശ് ചെന്നിത്തലയായാലും കെ സി വേണുഗോപാലായാലും. ഗാന്ധി കുടുംബത്തിലും നെഹ്റു കുടുംബത്തിൽ ഹൈക്കമാൻഡിൽ വലിയ പിടിപാടുള്ള നേതാവാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ. ഇതായിരിക്കും ഒരുപക്ഷേ ഈ കലഹം എന്ന് പറയുന്നത് ഇനി ഉണ്ടാകാൻ പോകുന്നുണ്ടോ എങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം സംഘടന വി ഡി സതീശനൊപ്പമില്ല, പാർട്ടി വി ഡി സതീശനൊപ്പമില്ല, പാർട്ടിയിൽ വലിയ പിന്തുണ വി ഡി സതീശനൊപ്പമില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ ആശാ വർക്കർമാർ വി ഡി സതീശനെ കണ്ടിട്ടുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നത് ആദ്യ ക്യാബിനറ്റിൽ തന്നെ അവർക്കുള്ള ഓണറേറിയൻ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. തൊട്ട് പിന്നാലെ വരാൻ പോകുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനങ്ങൾ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുള്ള മുറവിളികളാണ്. അതിലാദ്യം വരാൻ പോകുന്നത് KSRTC-യിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്നുള്ളതാണ്. തൊട്ട് പിന്നാലെ വരാൻ പോകുന്നത് എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ജനകീയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്തമാണ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. യഥാർത്ഥത്തിൽ വി ഡി സതീശൻ നേരിടാൻ പോകുന്ന കലഹവും പ്രതിസന്ധിയും ഭീഷണിയും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമായിരിക്കും. അത് ഈ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. നോക്കൂ, വലിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച് അധികാരത്തിൽ വരുന്ന ഒരു നേതാവിലായാലും സർക്കാരിലായാലും ജനങ്ങൾക്കുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ആകാശത്തോളമായിരിക്കും. ആ പ്രതീക്ഷയുടെ ഒരു പടവെങ്കിലും ചവിട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിന്റെ പകുതിയെങ്കിലും പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ എത്രത്തോളം മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ടുണ്ടോ അതിന്റെ വലിയ ആഘാതത്തിൽ ജനങ്ങൾ താഴേക്കെറിയും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംഘടന പോലും കൂടെ ഇല്ലാത്തൊരു സാഹചര്യം എങ്ങനെയായിരിക്കും വി ഡി സതീശൻ കൈകാര്യം ചെയ്യുക എന്നതൊക്കെ തന്നെ നമ്മൾ കാത്തിരുന്ന് കാണണം. ഏതായാലും ഇപ്പോൾ വി ഡി സതീശൻ ഒരു വശത്തും കോൺഗ്രസിലെ കരുത്തുറ്റ നേതാക്കളും സംഘടനയും ഒക്കെ മറുവശത്തും എന്ന നിലയിലാണ് ഈ UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത്.